കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ്. ഹലോ. ഹലോ, നമസ്കാരം. പെൻഷന് കുടിശ്ശിക എല്ലാം കൂടെ ഒരുമിച്ച് അയക്കുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് അയക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പിന് വേണ്ടി 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ നമ്മൾ ആളുകൾ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം ഫോൺ കോൾ ആയിട്ട് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ്. ഹലോ. ഹലോ, നമസ്കാരം. മേഡം, പെൻഷൻ്റെ എന്തൊക്കെയാണ് ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ടോ? പെൻഷന് കുടിശ്ശിക എല്ലാം കൂടെ ഒരുമിച്ച് അയക്കുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് അയക്കും. അല്ലാതെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഉടനെ അയക്കും. ഒരുമിച്ച് അതിനുള്ള ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഉണ്ടാവുക? അപ്പോൾ ഈ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. കുടിശ്ശിക നൽകും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പകുതി കുടിശ്ശികയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് നമുക്ക് ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പകുതി കുടിശ്ശികയായിരിക്കും, അതായത് 9 മാസത്തോളം കുടിശ്ശിക ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 17 മാസത്തിലധികമാണ് ഇപ്പോൾ കുടിശ്ശികയുള്ളത്. ആ 17 മാസത്തെ അല്ലെങ്കിൽ 18 മാസത്തെ പെൻഷൻ ഇവർക്ക് ലഭിക്കും. അതായത് 30,000 രൂപയ്ക്ക് അടുത്ത് ഈ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അത് ഈ മാർച്ച് മാസത്തിലും, അതായത് ഇലക്ഷൻ 9-ാം തീയതി നടക്കുന്നതിന് മുമ്പായിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങളാണ്. പക്ഷെ ഉറപ്പ് നൽകാൻ 2 ദിവസത്തിന് ശേഷം വീണ്ടും വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഉറപ്പായിട്ട് നിൽക്കേണ്ട. എന്തായാലും ഈ ഒരു തുക നമുക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. കുടിശ്ശിക എന്തായാലും ഉണ്ട്. അപ്പോൾ എത്ര മാസത്തേതാണ് എന്നുള്ളതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇനി കാത്തിരിക്കുന്ന അറിയിപ്പ്. അപ്പോൾ ഈ ഫോൺ കോളിൽ പറയുന്ന പ്രകാരം മുഴുവൻ ലഭിക്കും എന്നാണ് മേഡം പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. ഇതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട് അറിയിപ്പ്. മറ്റൊന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ, അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ. ഇത് 3 മാസത്തേത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട്. 2 ദിവസമായിട്ട് നമ്മൾ നിങ്ങളെ അത് അറിയിച്ചതാണ്. അത് പ്രകാരം ആ ഒരു തുകയും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മുൻകൂറായിട്ട് അനുവദിച്ചത് കൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തേത് വിഷുവിനോടനുബന്ധിച്ച് നേരത്തെ വിതരണം ചെയ്യുന്നതിനുള്ള ഉത്തരവ് കൂടി ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യവും അത് അങ്ങനെ തന്നെയായിരിക്കും. 2000, 3000 ഒക്കെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുമ്പോൾ 6000, 4000, 6000 വരെ ലഭിക്കാനുള്ള സാധ്യതയാണ് സമൂഹ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി മാർച്ച് 31 നിന്നും ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാവകാശവും ലഭിച്ചിട്ടുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് ജൂൺ 30 അപ്പോൾ അത്രയും സമയം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം കൊണ്ട് ആരുടെയും പെൻഷൻ മുടങ്ങുകയില്ല എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.